സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് അത്രയും വിഷമവും ബുദ്ധിമുട്ടുണ്ടാക്കണം. ഇത് പറയുന്നത് എൻ്റെ വീട്ടുകാരെ പറ്റിയാണെങ്കിലും എനിക്കിത് വേറെ എവിടെയും വന്ന് പറയാൻ വേണ്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് എൻ്റെ വീട്ടിൽ എല്ലാത്തരം ഫുഡ് ഉണ്ടാക്കും. അതായത് വെജ്, നോൺ വെജ്, പുറത്തുനിന്ന് മേടിക്കുന്നതായിക്കോട്ടെ, പല വിധത്തിലുള്ള ഫുഡ് എൻ്റെ വീട്ടിൽ മേടിക്കും. ഓക്കെ, അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് വേറെ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ആക്രാന്തോ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മളിത് കഴിച്ച് ശീലിച്ചു. പക്ഷെ ഇവർ ചെയ്യുന്ന ഒരു വലിയ കാര്യം എന്താ പറയുക, ഇത് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും മാത്രമേ കഴിക്കുള്ളൂ. എനിക്കൊന്നും തരാറില്ല ഗൈസ്. എന്നാൽ ഇവർ ചിന്തിക്കണ്ടേ? പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നാട്ടുകാർ ഈ കൊച്ചിനൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ, അയ്യോ ഈ കൊച്ചങ്ങ് ഇല്ലാണ്ടാവുക, ഈ കൊച്ചിനും കൂടെ ഉള്ളത് നിങ്ങളാണോ തള്ളായി തിന്നുന്നേ എന്ന് എൻ്റെ അമ്മയോട് ചോദിക്കുന്നത്. ഇവർ ചിന്തിക്കണ്ടേ? മറ്റേ ഗിന്നസ് റെക്കോർഡ് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വർഷമായിട്ട് പട്ടിണി കിടന്ന് എങ്ങനെ ഒരാൾ സർവൈവ് ചെയ്യുന്നു എന്ന് ഗിന്നസുകാർക്ക് വരെ സംശയം. ഈ കൊച്ച് 23 വർഷമായിട്ട് ഒരു കുടുംബക്കാരല്ല, എൻ്റെ വീട്ടുകാർ പട്ടിണി കിട്ടിയിട്ട് എങ്ങനെ ഈ കൊച്ച് ഇപ്പോഴും 23 വർഷമായിട്ട് ജീവനോടെ ഇരിപ്പുണ്ട്? അത്ഭുതമാണ്. അത് റെക്കോർഡ് ചെയ്യിക്കപ്പെടണം. അതാണ് ആവശ്യം. പിന്നെ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയ്ക്കോ എൻ്റെ കൂടപ്പുറപ്പോ എൻ്റെ ചേട്ടനോ എൻ്റെ അച്ഛനോ ഇല്ലാത്ത ഒരു കരുതലും സ്നേഹവുമാണ് എനിക്ക് ഒരു പിടി ആഹാരം തരാൻ ബാക്കിയുള്ളവർ കാണിക്കുന്നത്. എനിക്കറിയാം എന്നുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ തൊട്ട് നിങ്ങളങ്ങനെ സ്നേഹമുള്ളവർ കഞ്ഞി, കറി, എന്താ പറയുക, വലിയ വലിയ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എനിക്കും കൂടെ പാക്ക് ചെയ്ത് വെക്കുക. ഞാൻ വീട്ടിൽ വന്നിരുന്ന് കഴിച്ചോളാം. അതിനുള്ള സ്ഥലം എനിക്ക് വീട്ടിൽ തരും. കഴിക്കാനുള്ള സ്ഥലം ഇവർ എനിക്ക് തരും. അതുകൊണ്ട് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദിയുണ്ട്.